അയ്യൂബ് ജബ്ബാർ സംവാദത്തിൽ ഉത്തരം ലഭിക്കാതെ പോയ ഒരു വിഷയത്തെയാണ് ഇന്ന് അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മുസ്ലിംകൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുക, അതിനുവേണ്ടി വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുകയും നാളിതുവരെ മുസ്ലിങ്ങൾ നൽകിയിട്ടില്ലാത്ത അർത്ഥം നൽകിക്കൊണ്ട് ഖുർആനിനെയും മുസ്ലിങ്ങൾക്കുമെതിരെ വിദ്വേഷ പ്രചരണം നടത്തുകയും ചെയ്യുകയാണ് ജബ്ബാർ എന്ന് സമർത്ഥിക്കുന്നതിനിടയിൽ അയ്യൂബ് ഒരു കാര്യം പറയുകയുണ്ടായി. ജബ്ബാർ മാഷിൻ്റെ ഒരു പ്രസംഗത്തെക്കുറിച്ച്, ഒരു ഖുർആൻ ക്ലാസ്സിനെ കുറിച്ച്. ഒരു കൂട്ടത്തോടെ നിസ്കരിക്കുമ്പോൾ ഒരാൾക്ക് അറ്റാക്ക് വന്ന് അയാൾ വീണാൽ അയാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകി അയാൾ ആശുപത്രിയിൽ എത്തിക്കുക, അതല്ല തങ്ങളുടെ നിസ്കാരം പൂർത്തിയാക്കുക എന്നുള്ളതാണ് കടമ എന്നാണ് പഠിപ്പിക്കുന്നത്. അതുതന്നെയാണ് ഖുർആനിലെ ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കാണ് സ്വർഗം. അപ്പോൾ കൂടെ നിസ്കരിക്കുന്ന ഒരാൾ അറ്റാക്ക് വന്ന് വീണാൽ അയാളെ ആശുപത്രിക്ക് കൊണ്ടുപോയാൽ സ്വർഗം കിട്ടില്ല. മറിച്ച് നിസ്കാരം തുടർന്നു കൊണ്ട് അയാളെ ഒന്ന് ശ്രദ്ധിക്കാതെ ആ നിസ്കാരം പൂർത്തിയാക്കാൻ സ്വർഗം കിട്ടും എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പോകാൻ കാരണം ഈ വിശുദ്ധ ഖുർആനിലെ ആ ആയത്താണ് അത്ര. എന്താണ് ആയത്ത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവർക്കാണ് വിജയം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഈ ആയത്ത് കൊണ്ടാണ് അയാൾ ഇസ്ലാമിൽ നിന്ന് പോയത്. അതാണ് എന്താ കാരണം? നിസ്കരിക്കുന്ന സമയത്തെങ്ങാനും ഒരാൾക്ക് അറ്റാക്ക് സംഭവിച്ചെന്ന് കൂട്ടുക. എന്നാൽ ഇസ്ലാം പറയുന്നത് എന്താ അറിയോ? നിസ്കാരം എങ്ങനെ എന്ത് ചെയ്യുക, തുടരുക. എന്ത് ചെയ്യുക, അറ്റാക്ക് സംഭവിച്ച ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്നും ശ്രമിക്കാൻ പാടില്ല. ഇങ്ങനെ പറയുന്നത് മാനവിക വിരുദ്ധമല്ലേ? അതുകൊണ്ട് ഇസ്ലാം മാനവിക വിരുദ്ധമാണ്. തെളിവോ? വാട്സപ്പിൽ അങ്ങനെ സംഭവം കണ്ടു, ഒരാളിങ്ങനെ ബോധം കിട്ടുകൊണ്ട് മറ്റാൾക്കാർക്ക് തിരിച്ചു വെക്കുന്നില്ല. എന്തൊരു കഷ്ടം! ഒരു തെളിവായി ഉദ്ധരിക്കുന്നത് ഏതോ നാട്ടിൽ എവിടെയോ നടന്നു എന്ന് വാട്സപ്പിൽ കണ്ട ഒരു സംഭവം. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? വിശുദ്ധ ഖുർആനിൽ ആരെങ്കിലും നിസ്കരിക്കുന്നതിനിടയിൽ അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം അവർക്ക് പണിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരായത്ത് ഖുർആനിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? മുത്തുനബിയുടെ ഒരു ഹദീസ് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. മറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് മുഴുവനും മാനവികത പഠിപ്പിച്ചു കൊടുത്ത മുത്തുനബി അവിടുന്ന് പറയുന്നുണ്ട്, ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് ചിലപ്പോ ഇന്നീല അസ്മഉ ബുക അസ്സബി, കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഞാൻ കേൾക്കുമ്പോൾ അവരുടെ ഉമ്മമാർക്ക് പ്രയാസമാകുമോ എന്ന് കരുതി ഞാൻ നിസ്കാരത്തെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ തന്നെ പ്രായമുള്ളവർ, മറ്റുള്ള ആളുകൾക്കൊക്കെ, രോഗികൾ, അവർക്കൊക്കെ പ്രയാസമുണ്ടാകുമോ എന്ന് പേടിച്ച് കൂടുതലായി നിസ്കരിക്കണമെന്നാണ് എൻ്റെ മോഹമെങ്കിലും ഞാൻ നിസ്കാരം ചുരുക്കുകയാണ് ചെയ്യാറുള്ളത്. എൻ്റെ കയ്യിലുള്ളത് ഇത് സത്യമായി ഇത് കേരളത്തിലെ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും മുസ്ലിങ്ങൾ അവരുടെ കർമ്മശാസ്ത്രം വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കിയ കർമ്മശാസ്ത്ര വിഷയങ്ങൾ ക്രോഡീകരിച്ച ഗ്രന്ഥമാണിത്. ഏറെക്കുറെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിൽ പ്രത്യേകിച്ചും മുസ്ലിങ്ങൾ വളരെയധികം കണിശതയോടുകൂടെ പഠിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. കർമ്മശാസ്ത്രത്തിന്റെ ആധാരശിലയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഗ്രന്ഥം. അതിൽ പറയുന്ന ഒരു ഉദ്ധരണി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വായിക്കുകയാണ്. മനുഷ്യനെ മാത്രമല്ല, ഒരു കോഴി കിണറ്റിൽ വീണു എന്ന് സങ്കല്പിക്കുക. അതിനെ രക്ഷിക്കാൻ തങ്ങളുടെ നിസ്കാരം നിർത്തണമെന്ന് ആണ് അവിടെ, വേറെ മാർഗമില്ല എങ്കിൽ അവിടെ നിസ്കാരം മുറിച്ചുകൊണ്ട് കോഴിയെ രക്ഷപ്പെടുത്തണമെന്ന് പറയുന്ന മതമാണ് ഇസ്ലാം. നോക്കൂ നിങ്ങൾ, വമൻ റആ ഹയവാനൻ മുഹ്തറമൻ, ഒരു മുഹ്തറമായ ജീവിയെ ഒരാൾ കണ്ടാൽ, യഖ്സിദുഹു ളാലിമുൻ, അതിനെ ഒരു അക്രമി പിടിക്കാൻ വന്നിരിക്കുന്നു, ഔ യഗ്രിഖു, അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിച്ചാവുന്നു, ലസിമഹു തഖ്ലീസുഹു, അതിനെ രക്ഷപ്പെടുത്തൽ അവന് നിർബന്ധമാകുന്നു. വതഖീറു സ്വലാത്തിൻ, അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിസ്കാരത്തെ പിന്തിക്കണമെങ്കിൽ പിന്തിക്കാം.
വഇബ്താലുഹാ, നിസ്കാരത്തെ മുറിക്കൽ അവന് നിർബന്ധമാണ്. ഇൻ കാന ഫീഹാ, അവൻ നിസ്കാരത്തിലാണെങ്കിൽ. ഇപ്പൊ നിസ്കരിച്ചു കൊണ്ടിരിക്കെ ഒരു അന്ധൻ കിണറ്റിൽ വീഴാൻ പോകുന്നു എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ ഒരു കുട്ടിയെ പാമ്പ് കടിക്കാൻ വരുന്നു എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ ഒരു പൂച്ച കിണറ്റിൽ ചാടി ചാവാനാവുന്നു എന്ന് കണ്ടാൽ, ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നിസ്കാരം മുറിച്ചാൽ അവരെ രക്ഷപ്പെടുത്താൻ ആവുമെങ്കിൽ നിസ്കാരം മുറിക്കൽ നിർബന്ധമാണ്, അനുവദനീയമാണ് എന്നല്ല, നിർബന്ധമാണ് എന്ന് പഠിപ്പിച്ച മതമാണ്, പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഈ ഫിലോസഫിയിൽ എന്താണുള്ളത്, ഇവരുടെയൊക്കെ ഒരു ജീവിത ഒരു കോഡ് ഉണ്ടാവുമല്ലോ, അവിടെ എവിടെയാണ് എന്ത് മാർഗനിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇത്രയും കൃത്യമായ മാനവികത പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, മാനവരിൽ മഹോന്നതനായ തിരുനബിയെ ഏറ്റവും വലിയ മോശക്കാരനായി ചിത്രീകരിക്കുന്നത് മുസ്ലിങ്ങളോടുള്ള വിദ്വേഷം കൊണ്ട് മാത്രമാണ്. അവരുടെ നെഞ്ചകങ്ങൾ തകർക്കുവാൻ വേണ്ടി, അവരുടെ കരൾ മാന്തിപ്പറിക്കുവാൻ വേണ്ടിയുള്ള വ്യഗ്രത കൊണ്ട് മാത്രമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ.